الشاكرين والحمد لله رب العالمين. تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദുമാർ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, താജുൽ ഉലമയുടെ മുഹിബ്ബുകളായി ഇവിടെ എത്തിയ മുഅ്മിനുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ ഉദ്ഘാടനം മാത്രം നിർവഹിക്കുകയാണ്. കാരണം ഈ പരിപാടി വരുന്നതിന്റെ എത്രയോ മുമ്പ് നിശ്ചയിച്ചു പോയ ഒരു പാവപ്പെട്ട കറിയയിലെ മറ്റൊരു പരിപാടിക്ക് കൂടി എനിക്ക് പോകാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, തുറാബ് തങ്ങൾ തുടങ്ങി ചുള്ളിക്കോട് സഖാഫി ഡോക്ടർ PKM സഖാഫിയും ഇപ്പോൾ എത്തി. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട്. എല്ലാം നിങ്ങൾ കേൾക്കണം. എന്തിനാണ് കേൾക്കുന്നത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചിട്ടയിൽപ്പെട്ടതാണ് ഹയാത്ത് കാലത്ത് ബഹുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലുപരിയായി മരണശേഷം മഹാന്മാരെ ബഹുമാനിക്കുക. ഇങ്ങോട്ട് നോക്കണം, എല്ലാവരും കഴുത്തും ഇങ്ങോട്ട് തിരിക്കണം. ആരോ വരട്ടെ പോകട്ടെ, തലമുള്ള സ്ഥലത്തൊക്കെ ഇരുന്നോളൂ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണത്. ഒന്ന്. രണ്ടാമത്തത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചത് മഹാന്മാർ മരണപ്പെട്ടു പോയാൽ അവരുടെ ദറജകൾ വർദ്ധിക്കുകയാണ്, കുറയുകയല്ല. നേരത്തെ ഉള്ളതിനേക്കാൾ ദറജ കൂടും. ഇത് അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ ബിദ്അത്തുകാരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ നേതാക്കളായ ആളുകളുടെ ഗ്രന്ഥങ്ങളിലുമെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലും പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ഒരാൾ മരിച്ചു പോയാൽ മരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന് ഈ ദുനിയാവിന്റെ കെട്ടുപാടുകളും ദുനിയാവിന്റെ ചിന്തയും വിഷമങ്ങളുമൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കേൾവിയും കാഴ്ചയും അറിവും അധികമാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിലെല്ലാം തെളിവുകൾ ഉണ്ട്. അതുപോലെ
നമ്മുടെ നാട്ടിൽ വളരെ ചുരുങ്ങിയ ചില മനുഷ്യന്മാരുണ്ട്, സ്വന്തം പിതാവ് മരിച്ചാൽ പോലും ഒരു ഖുർആൻ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനോട് അവർക്ക് എതിർപ്പാണ്. സ്വന്തം പിതാവ് അല്ലെങ്കിൽ സ്വന്തം മാതാവ് അവർ മരിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ ഏറ്റവും വലിയ കടമ മക്കൾക്ക് അല്ലേ? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ് എന്ന് എപ്പോഴും ദുആ ചെയ്യാൻ അവരുടെ ജീവിതകാലത്തും അവരുടെ വഫാത്തിന് ശേഷവും ചെയ്യാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഒരായത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിൽ ഖുതുബക്ക് ശേഷം മിക്ക ഖതീബുമാരും ദുആ ചെയ്യുന്ന ദുആയാണ് ഇത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണം. നോക്ക്, ഇതാർക്കെങ്കിലും ഈ അർത്ഥത്തിൽ മാറ്റം പറയാൻ കഴിയും? ഞങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണം എന്ന് നമ്മൾ ദ്വാരക്കണമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു നമ്മളെ പഠിപ്പിക്കും. എന്നിട്ടോ ചില അസൂയക്കാരുണ്ടാവും, ഒരാൾക്ക് വേണ്ടി ദ്വാരക്കുന്നു സഹിക്കാൻ കഴിയാത്ത ചില അസൂയക്കാരുണ്ട്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകൾ, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ, അവിടുത്തെ വഫാത്ത് ഇങ്ങോട്ട് കേട്ടപ്പോൾ ഇവിടുത്തെ മുഅ്മിനീങ്ങൾ മുഴുവനും ദുഃഖിച്ചു. കർണാടക സ്റ്റേറ്റും കേരള സ്റ്റേറ്റും, 2 സ്റ്റേറ്റിൽ പ്രത്യേകിച്ചും ഉള്ള 90% മുഅ്മിനീങ്ങളും ദുഃഖിച്ചു പോയി. എല്ലാവരുടെയും ഒഴുക്ക് തന്റെ എട്ടിക്കുളത്തെ വീട്ടിലേക്കായി. എത്രത്തോളം അവിടെ അടുത്ത വീട്ടിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും RSSും BJPയും മറ്റുള്ള കക്ഷിയും എല്ലാം അടക്കം മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും താജുൽ ഉലമയെ കാണാൻ വരുന്ന ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകിയത് കൊണ്ട് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഇപ്പുറത്ത് കാറ് നിർത്തി നടന്നു വരികയാണ് ജനങ്ങൾ. അവർക്ക് ഈ നടത്തം ഒരു പ്രശ്നമായി തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളെ കാറ് എവിടെ ഇടണമെന്ന് ചിന്തിക്കുന്നവർക്ക് മുഴുവനും കാറ് കയറ്റി നിർത്താൻ അടുത്ത വീട്ടുകാർ ജാതി മതഭേദമന്യേ സൗകര്യം ചെയ്തു കൊടുത്തു. മഗ്രിബ് നിസ്കാരം ഖളാ ആകുന്നു, സുബഹി നിസ്കാരം ഖളാ ആകുന്നു എന്നൊക്കെ കാണുമ്പോൾ wuളു എടുക്കാനും നിസ്കരിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാ ജനങ്ങളും ജാതിയോ മതമോ ഇല്ലാതെ മുഴുവൻ ജനങ്ങളും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കാണാൻ പോകുന്ന ആളുകൾക്ക് അവിടുത്തെ മുഖം ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ അവിടത്തേക്ക് ജനാസ നിസ്കരിക്കാൻ, രണ്ടും കഴിഞ്ഞില്ലെങ്കിലും
ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, അവരെ അടുത്ത് ബന്ധപ്പെടുന്ന ആളുകൾ പിഴച്ചു പോവുകയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെയും അഹ്ലു ബൈത്തിന്റെയും മഅരിഫീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ബന്ധമുണ്ടായാൽ അവരെ അടുത്തുപോയി ഇരിക്കുകയും അവരെ സദസ്സിൽ പോവുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നവൻ വഴിപഴക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് പ്രിയത്തിന്റെ കാഠിന്യം കൊണ്ട് എല്ലാ ജനങ്ങളും അങ്ങോട്ട് തിരിച്ചു. പിന്നെ ചുരുക്കം ചില മനുഷ്യന്മാര് അവരെ കൽബിൽ എന്തോ ഉണ്ട്, അല്ലാഹു അഅലം. അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചെറിയ കട ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് കാറ് എടുത്തിട്ട് കാസർഗോഡ് മംഗലാപുരം വരെ പോകും. അങ്ങനത്തെ ജനങ്ങൾക്ക് താജുൽ ഉലമയുടെ അടുക്കൽ പോകാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ദൂരം കൂടിപ്പോയി. അല്ലാഹു അഅലം. അല്ലാത്ത ജനങ്ങൾ 90-ലധികം ജനങ്ങളും 90% ജനങ്ങളും ദുഃഖിക്കുകയും വേദനിക്കുകയും പോകാൻ കഴിഞ്ഞവരൊക്കെ പോവുകയും ചെയ്തു. ഇല്ലാത്തവർ ഇങ്ങനെ സദസ്സുകൾ ഉണ്ടാക്കി ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. അപ്പൊ പൊതുവെ ചിലർക്ക് ഒരു അസൂയുണ്ടാവും. എന്താ എല്ലാവരും ഇങ്ങനെ അയാൾക്ക് വേണ്ടി കേൾക്കുന്നത്, അയാൾക്ക് വേണ്ടി കേൾക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ചെല്ലുന്നത് എന്ന് ചിലർക്ക് തോന്നുന്നു. അത് തോന്നണ്ടാണ് അല്ലാഹു തആല ഈ ദുആന്റെ കൂട്ടത്തിൽ പറയുന്നു, വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹ്, നീ മുൻകഴിഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും പുറത്തു കൊടുക്കണം. ഒരൊറ്റ മുഅ്മിനോടുമുള്ള ഹസദും അസൂയയും വെറുപ്പും എന്റെ കൽബിൽ നീ ഇട്ടു തരരുതേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു പഠിപ്പിച്ചത്. അങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആൻ ഓതുക. ഹിദായത്തുള്ളവർക്ക് ഹിദായത്ത് ഉണ്ടായിക്കോട്ടെ. താജുൽ ഉലമന്റെ സദസ്സിൽ ഞാൻ പറയുന്ന ശബ്ദം കേട്ടിട്ട് ഈ ഹിദായത്തുള്ളവർക്ക് ഹിദായത്ത് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ മസ്അലയും കൂടി പറയുന്നത്. മരിച്ചവർക്ക് ഖുർആൻ ഓതണം. ഇത് ഓതണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനും ഭൂമി ലോകത്ത് ഉണ്ടായിട്ടില്ല, ഈ ബിദ്അത്തുകാരുടെ നേതാക്കൾ ഒഴികെ. കാരണം എങ്ങനെയാണ് ഓതണ്ട എന്ന് പറയാം? എങ്ങനെയാണ് ഓതണ്ട എന്ന് പറയുക? ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബും സഹാബികളും അവിടെ ചെന്നു. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ തുടങ്ങിയ ആയത്തുകൾ ഓതി. പിന്നീട് അൽ ബഖറ സൂറത്തിന്റെ അവസാനം ആമനർ റസൂലു ഓതി. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമത വർഹംഹു മുബാരിക് അലാ അഹ്ലിഹി വഅഖ്ലിഫ് ലി അഹ്ലിഹി ഖൈറൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താണ്? അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണം, അബൂ സലമത്തിന് റഹ്മത്ത് ചെയ്യണം, മരിച്ച മയ്യത്തിന് നീ റഹ്മത്ത് ചെയ്യണം. എന്നാൽ മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന് വേണ്ടി തുറക്കുമ്പോ ആ മയ്യത്തിന്റെ അഖിലുകാർക്ക് വേണ്ടിയും ദ്വാരക്കണം. അതുകൊണ്ട് റസൂലുള്ള ദ്വാരന്നു അവിടുത്തെ അഖിലുകാർക്കൊക്കെ, ഭാര്യയും മക്കളും കുടുംബങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണം. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തിൽ ഒരു ദുആ, അവിടുത്തെ ഭാര്യക്ക് അബൂ സലമത്തിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ നീ കൊടുക്കണമേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഉമ്മു സലമത്ത് ബീവി പറയുന്നു, ഇതെന്ത് ദുആയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാളെ ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല. പിന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉൽ അർബഅത്തൊക്കെ ഉണ്ട്. അവരാരും എന്നെ വിവാഹം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കില്ല. പിന്നെ ആരെയാണ് എന്റെ ഭർത്താവിനേക്കാൾ നല്ലൊരാൾ എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അല്ലാഹു റസൂൽ ദുആ. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു. ഓ ഹബീബായ നബിയേ, അബൂ സലമത്തിന്റെ ഭാര്യയായ ഉമ്മു സലമത്ത് ബീവിയെ വിവാഹം ചെയ്തു കൊള്ളണം. അള്ളാഹുവിന്റെ ഓർഡർ വന്നാൽ പിന്നെ ചെയ്യുമല്ലോ. അവിടുന്ന് ചെയ്തു. അപ്പോഴാണ് നേരത്തെ ദുആന്റെ ഫലം കണ്ടത്. ഞാൻ പറഞ്ഞത് അതല്ല, മരിച്ച വീട്ടിൽ പോയി ഖുർആൻ ഓതി ദുആ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. മഹാന്മാരായ സ്വഹാബത്ത് ചെയ്തതാണ്. ഇമാമുകൾ ചെയ്തതാണ്. ഉലമാ മുഴുവനും ഏകകണ്ഠമായി പറഞ്ഞതാണ്. പിന്നെ മരിച്ചോർക്ക് ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണമെന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസാണ്. ഈ ഹദീസ് സഹീഹല്ല എന്ന് തെളിയിക്കാൻ ഈ ഭൂലോകത്ത് ഒരുത്തനും കഴിയുകയില്ല. അത്രയും സഹീഹായ ഹദീസ് ആണ്. മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതണം. എന്നിട്ട് മരിച്ച് മയ്യത്തെടുക്കാനാവുമ്പോൾ അൽഫാത്തിഹ യാസീൻ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് കാണാ പുഴുക്കൾ ഇങ്ങനെ അളക്കുന്നത് പോലെ അവിടുന്ന് ഒരുത്താനും ഇവിടുന്ന് ഒരുത്താനും ഇവിടുന്ന് ഒരുത്താനും ഇങ്ങനെ 10 ആൾ കൂടിയിട്ട് ഇങ്ങനെ കണ്ണും തോർത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. എന്തൊരു അദാവത്ത്, എന്തൊരു ശത്രുത! ഇവൻ ഏതോ ഒരു ജാഹിലി എപ്പോഴോ എവിടെയോ പറഞ്ഞത് അതാണ് അവൻ സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വീകരിക്കുന്നില്ല. സ്വഹാബത്ത് പറഞ്ഞത് സ്വീകരിക്കുന്നില്ല. താബിഈകൾ പഠിപ്പിച്ചത് സ്വീകരിക്കുന്നില്ല. അയിമ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചത് സ്വീകരിക്കുന്നില്ല. ഉലമാക്കൾ ചെയ്തു വന്ന ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല. അതാണ് ഈ ജാഹിലായ മനുഷ്യന്റെ സ്വഭാവം. അവനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണോ എന്റെ മാപ്പക്ക് വേണ്ടി യാസീൻ നീ തിരിഞ്ഞുങ്ങനെ ഓടുന്നത്? അത് പാടില്ല, അത് ബിദ്അത്താ. ഏവൻ പറഞ്ഞു? എന്റെ വാപ്പ പറഞ്ഞു എന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലിമ് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞതായി കാണിച്ചു തരാൻ കഴിയുമോ ചോദിച്ചാൽ അതൊന്നുമില്ല. അവരേതോ ഒരു ജാഹിലിന്റെ നേതാവായി സ്വീകരിച്ച ആ ജാഹിൽ മാത്രം പറഞ്ഞതാണ്, അല്ലാതെ ലോകത്തെവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആനോദൽ സുന്നത്താണ്. ആ ഖുർആനോദി അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അത് ഇമാമുകൾക്കിടയിൽ ഏകകണ്ഠമായ അഭിപ്രായമുള്ളതാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും, അഭിപ്രായ വ്യത്യാസമില്ല. മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും, യാതൊരു സംശയവും ഇല്ല. മരിച്ചവരുടെ മദ്ഹുകൾ പറയണം, അവരെ പ്രശംസിക്കണം. അക്സിറു ദിക്റ മഹാസിനി മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ നന്മകൾ പറയുന്നതിന് നിങ്ങൾ വർദ്ധിപ്പിക്കുക, നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. വഅൻതും ശുഹദാഉ ഫിൽ അർളി, നിങ്ങൾ ഈ മയ്യത്തിന്റെ ശുഹദാക്കളാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബും ഏതാനും സഹാബികളും ഇരിക്കുമ്പോൾ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അല്ലാഹുവിൻ റസൂല് പറഞ്ഞു, വജബത്ത് വജബത്ത്. എന്താ? അതിന്റെ മുമ്പ് സഹാബികൾ പറഞ്ഞു, ഇയാൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ മരിച്ചുപോയി, അയാളെ കൊണ്ട് വലിയ ഗുണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂല് വജബത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കല് വേറൊരു മയ്യത്ത് കൊണ്ടുപോയപ്പോ
ആളുകൾ പറഞ്ഞു ഈ പഹയൻ ഇവിടുന്ന് കഴിച്ചിലായി കിട്ടിയ അമ്മായി, ഓന്റെ ഷെറ് അത്രയും വലിയ ഷെറായിരുന്നു. അപ്പോഴും വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചുമ്മാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? സ്ഥിരപ്പെട്ടു സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തെ മയ്യത്തിന്റെ മേൽ നിങ്ങൾ മദ്ഹ് പറഞ്ഞു, പ്രശംസിച്ചു, പ്രകീർത്തിച്ചു, അത് അള്ളാഹു സ്വീകരിച്ചു, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. രണ്ടാമത്തെ മയ്യത്ത് ചെയ്ത ഏറ്റവും വലിയ ദുഷിച്ച പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾ അദ്ദേഹത്തെ എന്റെ കാര്യങ്ങൾ തെറ്റുകൾ പറഞ്ഞു, അതും തിരപ്പെട്ടു പോയി, ആൾ നരകത്തിന്റെ അവകാശിയായി പോയി. അതുകൊണ്ട് നിങ്ങൾ നല്ലത് പറഞ്ഞാൽ മതി, എല്ലാവരും ചെയ്തത് നല്ലതുണ്ടെങ്കിൽ പറയാ, മറ്റത് പറയാതിരിക്കുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഒരാൾ മരിച്ചുപോയാൽ പിന്നെ അയാളിൽ വല്ല ദോഷവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾ പറയുകയേ വേണ്ട, തീരെ പറയണ്ട, നിങ്ങൾ നല്ലത് മാത്രം പറയുക എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ സംബന്ധിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. ഒറ്റ ഒന്ന് നല്ലതല്ലാത്തത് പറയാനില്ല. ഇൽമിന്റെ വലിയ ബഹർ, ഇൽമിന്റെ കടൽ, ഇതിലാർക്കും സംശയം ഇല്ല, ആർക്കും സംശയമില്ല. ഇബാദത്ത് ഇത്രയും പ്രായം ചെന്നിട്ട് പോലും ഇബാദത്തുകൾ മുടക്കാതെ ചെയ്ത ഒരു പണ്ഡിതനെ കാണൽ വളരെ ചുരുക്കമാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തോടെ, ഇസ്സത്തോടെ, ഇബാദത്തോടുകൂടി ആയുസ്സിനെ നീട്ടിത്തരുമാറാകട്ടെ. വളരെ ചുരുക്കമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൽമിന്റെ അങ്ങേയറ്റത്തെ അഗാധമായ പാണ്ഡിത്യം, കൂടാതെ ഈ കേരളത്തിൽ ആദ്യമായി യമനിൽ നിന്ന് തങ്ങന്മാര് വരുന്നതിന്റെ എത്രയോ മുമ്പ് യമനിൽ നിന്ന് ഇവിടെ ഒരുപാട് സയ്യിദന്മാര് വന്നിട്ടുണ്ട്. ആ സയ്യിദന്മാരുടെയും എത്രയോ കൊല്ലം മുമ്പ്, ഏതാണ്ട് 700-800 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ വന്ന സയ്യിദാണ് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരുടെ മകന്റെ മകനാണ് കണ്ണൂർ ടൗണിൽ ഉള്ള സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് കുടുംബത്തിൽ നിന്ന്, ആ പരമ്പരയിൽ നിന്ന് യാതൊരു സംശയവുമില്ലാതെ ക്ലിയറായി അഹ്ലു ബൈത്തിൽപ്പെട്ടതാണെന്ന് ഉറപ്പോടുകൂടി നമുക്ക് ഉള്ള അഹ്ലു ബൈത്തിന്റെ ഒരു ഖണ്ണി ബഹുമാനപ്പെട്ട താജുൽ ഉലമ. സഹോദരങ്ങളെ, അങ്ങനെ അഹ്ലു ബൈത്തിന്റെ പദവിയും ഇൽമിന്റെ പദവിയും തഖ്വയുടെ പദവിയും ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ ആള്, ദുനിയാവിനോട് ഹുബ്ബ് ഇല്ലാത്ത ആൾ. എനിക്കറിയാം, പലരും പൈസ കൊടുക്കും, ഉറൂസിനും അവിടെ ഇവിടെയൊക്കെ പോയാൽ പൈസ കൊടുക്കും, കൊടുത്താൽ വാങ്ങും. ആ കാശുകളൊക്കെ എന്ത് ചെയ്യലാണ്? ഹാക്കഥ വഹാക്കഥ വഹാക്കഥ. കാണുന്നവർക്കൊക്കെ കൊടുക്കും, മക്കൾക്ക് കൊടുക്കും, മക്കളെ മക്കൾക്ക് കൊടുക്കും, വരുന്നവർക്കൊക്കെ കൊടുക്കും. ഉള്ളാളത്ത്
ഞങ്ങളൊക്കെ എപ്പോഴും സിയാറത്തിന് ചെന്നാൽ ആ സിയാറത്ത് കഴിഞ്ഞു പോരുമ്പോൾ പോലും പൈസ കിടക്കട്ടെ വന്നിട്ട് ഫീസ് ചെയ്ത് പൈസ എടുത്ത് എനിക്കും കൂടുതലുള്ള മുത്തഅല്ലിമീങ്ങൾക്കും എല്ലാവർക്കും തങ്ങൾക്ക് തന്നെ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ, നമുക്ക് വേണ്ട ആവശ്യമൊക്കെ അല്ലാഹു തരും, നിങ്ങൾക്ക് ബർക്കത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് തരും. അങ്ങനെ കൊടുക്കുന്ന, ധർമ്മം ചെയ്യുന്ന, സൽസ്വഭാവമുള്ള, ഇൽമുള്ള, തഖ്വയുള്ള ഒരു വലിയ നേതാവ്, ആ നേതാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദിനെ നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ റൂഹ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഈ പള്ളി മസ്ജിദുൽ ബുഖാരി എന്നാണ് ഇതിന് പേര് വെച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കി അതിന്റെ പേര് അവിടെ എഴുതുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എഴുതുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എഴുതിക്കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പള്ളി പിന്നെ മരിച്ചു കിടക്കല് അള്ളാഹ് കണക്കാക്കി കൊടുത്ത് കിടക്കും. അതിന് ഒരു സ്ഥലത്തല്ലേ കിടക്കാൻ കഴിയുള്ളൂ. ഉള്ളാളത്ത് ഉള്ള നാട്ടുകാർക്ക് അവിടെ ആകണമെന്ന് ആഗ്രഹം, കോഴിക്കോട്ടുകാരായ നമുക്ക് ഇവിടെ ആവണമെന്ന് ആഗ്രഹം. പക്ഷേ ഉള്ളാളത്തുകാർക്കും കർണാടകക്കാർക്കും കേരളക്കാർക്കും എല്ലാം വരാനുള്ള ഏകദേശം ഒരു നടുവായിട്ട് അവിടുത്തെ ഭാര്യ കിടക്കുന്ന സ്ഥലത്ത് തന്നെ അള്ളാഹ് കണക്കാക്കി അവിടെ കിടക്കുന്നു. എവിടെ കിടന്നാലും അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയും അവിടുന്ന് കാണിച്ചു തന്ന പ്രവൃത്തിയും നാം ഇവിടെ കൊണ്ടു നടക്കണം. ഈ പള്ളി നടക്കുന്ന ദിക്ർ, സ്വലാത്ത്, ദർസ്, ഇതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഇത് നമ്മുടെ പൂക്കോയ തങ്ങളുടെ പേരിൽ ആണ് നേരത്തെ ഈ സ്ഥലമുണ്ടായിരുന്നത്. സ്വന്തം പേരിലുള്ള സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തങ്ങളെ ഈ പള്ളി പൊതു സ്വത്തായി എഴുതണമല്ലോ. തങ്ങളും പറഞ്ഞു ഞാൻ നേരത്തെ ഉദ്ദേശിക്കുന്നതാണ്, ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് ഓരോ ട്രസ്റ്റിന് തങ്ങൾ വിട്ടു തന്നിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഫിത്നക്കാരിങ്ങനെ നടക്കും. അതെന്താ, അയാളെ സ്വന്തം പൊര പോലെയല്ലേ, സ്വന്തം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറയുന്ന ഫിത്നക്കാരി നടക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നത്, വേറെ ആരും പറയാനുണ്ടാവില്ല. ഞാനത് പറയാ, ഇത് പൂക്കോയ നമുക്ക് ഒരു ട്രസ്റ്റിന് വഖഫായി തന്നെ ഈ പള്ളി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂക്കോയ തങ്ങൾക്കും നല്ല സ്ഥാനവും മാനവും ഉവ്വത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വളരെ കാലം പോറ്റുകയും വളർത്തുകയും അവിടുത്തെ ചികിത്സ ചെയ്യുകയും അവിടുത്തെ പരിചാരങ്ങൾ നടത്തുകയും ചെയ്ത, ഖിദ്മത്ത് ചെയ്ത ആൾ കൂടിയായതുകൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധത്തെക്കാൾ കൂടുതൽ ഈ ഖിദ്മത്തിന്റെ ബന്ധവും ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കും. ആ കൊടുത്തുകൊണ്ട് ബർക്കത്തുണ്ടാകും. അങ്ങനെ ഈ പള്ളി നിങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രം ഇതിനെ വഖഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വഖഫ് ചെയ്തിട്ടുള്ള ഒരു പൊതുസ്ഥലമാണിത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അത് രേഖപ്പെടുത്തി, കടലാസിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, വെറും വാക്കുകൊണ്ട് മാത്രമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഫിത്നക്കാരൻ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതൊന്നും നിങ്ങൾ കേട്ടുപോകണ്ട. നിങ്ങൾ എല്ലാവരും ഇവിടെ നടക്കുന്ന ദിക്ർ, ഇവിടെ നടക്കുന്ന മൗലിദ്, റാത്തീബ്, ദിക്ർ, സ്വലാത്ത്, ദർസ്, അൽഹംദുലില്ലാഹ് നല്ല കുട്ടികൾ, കുറച്ചാണെങ്കിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന ഒരു ദർസും ഇവിടെയുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ ദർസ് ഇനിയും നമുക്ക് വലുതാക്കാൻ കഴിയും. ഏറ്റവും വലിയ ദർസായി ഇതിനെ ഉയർത്താൻ സാധിക്കും. അതിനൊക്കെ നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രാസംഗികന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഒറ്റക്കുട്ടി അനങ്ങാതെ അവിടെ ഇരിക്കണം. എനിക്കിങ്ങനെ ഒരു നിർബന്ധമുള്ളത് കൊണ്ട്, എൻ്റെ നിർബന്ധമല്ല, ഒരു സാധു നാട്ടിലുള്ള ഒരു കാര്യമാണ്. ഞാൻ പോയിട്ടില്ലെങ്കിൽ അവിടെയും ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. ഒരു മദ്രസ ഉണ്ടാക്കിയതിൽ ആ കടങ്ങളൊന്നും വിടാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ പോവാണ്. നിങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് തിരിച്ചു വരാൻ നോക്കും. എത്തിയാലും എത്തിയില്ലെങ്കിലും നിങ്ങൾ ഇതിന് വളരെയധികം സന്തോഷിച്ച് ഇത്രയും ജനങ്ങൾ അൽഹംദുലില്ലാഹ് റോട്ടിലിങ്ങനെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സത്യവിശ്വാസവും ഈമാനും ഉള്ള ആളുകൾക്ക് അല്ലാഹു തആല പ്രിയത്തെ ആക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. താജുൽ ഉലമ പഠിപ്പിക്കാന്ന് വെച്ചോ നിങ്ങൾ. താജുൽ ഉലമ ഇവിടെ പഠിപ്പിക്കാണിപ്പോ. ഞങ്ങൾ പറയുന്നതൊക്കെ അവിടുന്ന് പഠിപ്പിക്കുന്നതാണ് കുട്ടികൾ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അവർക്ക് അല്ലാഹു തആല പ്രിയത്തെ ആക്കും. എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? വളരെ വിശദമായി പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു. സഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസിൽ കാണാം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീല ഫഖാല ഇന്ന ഫുലാനൻ ഉഹിബ്ബുഹു ഫഅഹിബ്ബാ യാ ജിബ്രീൽ ഇന്ന ഫുലാനൻ ഫഉഹിബ്ബുഹു ഫഅഹിബ്ബാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയും, ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെല്ലാം ഇഷ്ടപ്പെടണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റ് മലക്കുകളോട് വിളിച്ചു പറയും, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാനും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. മലക്കുകളെ, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഇഷ്ടപ്പെടുമ്പോൾ ഭൂമിയിൽ അതാ സ്വീകാര്യത നൽകപ്പെടും. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ആ സ്വീകാര്യരായി കാണുന്നത് കേട്ടോ. ഇന്നലെ കാസർകോട്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയതും ഈ സ്വീകരണമാണ്, ഈ സ്വീകാര്യതയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ അവിടുത്തെ ആർട്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കം 10,000-ലധികം കുട്ടികൾ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ് തീർത്തു. ഓരോ കുട്ടിയും ഖത്മ് തീർത്തു. പൂർണ്ണമായി ഖത്മ് ഓതി പരിശുദ്ധ ഖുർആൻ 10,000-ലധികം ഖത്മ് മർക്കസിൽ തീർത്തു. അവിടെ രാത്രി ജനങ്ങൾ ഒരുമിച്ചുകൂടി. സമ്മേളനത്തിന് വരുന്നത് പോലെ, മർക്കസ് സമ്മേളനത്തിന് വരുന്നത് പോലെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി. ഇതൊക്കെ എന്താണ്? സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അല്ലാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കി കൊടുക്കും. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാലിയിൽ നമ്മൾ പാടാറുള്ളതാണ്. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീര ഉള്ളവർ. ആകാശത്തിലും ഭൂമിയിലും ലോകത്ത് മുഴുവനും അവിടുത്തെ
മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും പ്രശംസകളും ഉണ്ട്. അതെന്താണതിന് കാരണം? സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അവിടെ തന്നെ ഇരിക്കുക, ഒഴിഞ്ഞെടുക്കുക. അല്ലാഹു തആല പ്രിയത്തെ ആക്കി കൊടുക്കും. ആ മഹത്തായ പ്രിയമാണ്. കുടുക്കി വലിച്ചാലും പ്രിയല്ലാത്ത സ്ഥലത്തേക്ക് സുലൈമാൻ ഉസ്താദ് വരുമോ? ഇല്ലാതെ വരൂല. എല്ലാ ദിവസവും എന്റെ അത്ര തന്നെ അല്ലെങ്കിലും ഏകദേശം ഇപ്പോ എല്ലാ ദിവസവും വായിക്കണം, ഉറക്കൊഴിച്ചിലും ഓടലും ഒക്കെ. പിന്നെ ഈ വരുന്നത് എന്തിനാ? അത് കൽബിലുള്ള പ്രിയം തന്നെ. പ്രേമ മുസ്ലിയാർ വന്നു, പന്മള വന്നു, AP മുഹമ്മദ് മുസ്ലിയാർ വന്നു, കട്ടിപ്പാറ ഉസ്താദ് വന്നു, എല്ലാ ഉസ്താദന്മാരും ചുള്ളിക്കോളും സക്കാഫത്തങ്ങളും നമ്മുടെ എറണാകുളത്തുനിന്ന് പടച്ചതമ്പുരാനെ അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ വന്നത് അല്ലാഹു പ്രിയത്തെ ആക്കി, താജുൽ ഉലമയോട് ജനങ്ങളെ ഹൃദയത്തിൽ പ്രിയം ആക്കി. അതാണ് ആ പ്രിയത്തിന്റെ കാരണം. അവിടുത്തെ സയ്യിദായതോടുകൂടെ ഇൽമും തഖ്വയും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജനെ ഇനിയും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ നോട്ടം നമ്മളിലേക്ക് അല്ലാഹു ഇട്ടു തരുമാറാകട്ടെ. താജുൽ ഉലമ അറിയുന്നുണ്ട്. തീർച്ചയായും ഞാനും നിങ്ങളും ഈ പറയുന്നത്, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അറിയുന്നുണ്ട്, സംശയം വേണ്ട. അർഹമുർ റഹീമായ അല്ലാഹു ആ നിലക്ക് താജുൽ ഉലമയുടെ നോട്ടവും അവിടുത്തെ മദതും നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ മക്കൾക്കും മക്കളെ മക്കൾക്കും കുടുംബത്തിനും എല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളായി വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവിടെ ഓടി വരുന്ന ആളുകൾ നമ്മൾ എറണാകുളത്തുള്ള വലിയ നേതാക്കളാണ്. ഇവിടെ ബഷീർ സാഹിബ്, അഡ്വക്കേറ്റ് മജീദ് സാഹിബ് തുടങ്ങിയ ഹൈക്കോർട്ടിലെ വലിയൊരു വക്കീലാണ്. അവരൊക്കെ ഇവിടെ വരുന്നതിനാണ് മുഹിബ്ബീങ്ങളാണ്. താജുൽ ഉലമയോടുള്ള മഹബത്താണ്. ആ മഹബത്ത് വർദ്ധിപ്പിച്ച് ഞങ്ങളെ എല്ലാവരെയും താജുൽ ഉലമയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ, ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. എല്ലാവർക്കും മഹബത്ത്. ഇപ്പൊ ചാലിയം AP അബ്ദുൽ കരീമായി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ നിർബന്ധമായി പണ്ട് നിശ്ചയിച്ചു പോയ ഒഴിക്കാൻ വയ്യാത്ത സ്ഥലത്ത് പോവാണ്, അതുകൊണ്ട് പ്രത്യേകം ദ്വാരക്കണം, എന്റെ എല്ലാവിധ ഒത്താശയും ഉണ്ടാവും പറഞ്ഞു. ഇന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ എല്ലാ മഹാന്മാരും പ്രഭുക്കളും പടക്കാരും സയ്യിദന്മാരും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രിയമാണ്. വേറൊരു MLA സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രിയമല്ല, MP സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രിയമല്ല, വേറെ ഭൗതികമായ എന്തെങ്കിലും നേട്ടം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രിയമല്ല. ഈ പ്രിയം ഈമാനികമായ ബന്ധം, തൗഹീദിന്റെ ബന്ധം, ഇൽമിന്റെ ബന്ധം, അഹ്ലു ബൈത്തിന്റെ ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധം ഇനിയും ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മുടെ സ്ഥാപനം വളർത്തിക്കൊണ്ടുപോകണം. ഇവിടെ ഒരു വലിയ ദർസിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ സ്ഥാപനത്തിന്റെ വേറെയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊക്കെ നിങ്ങൾ സാമ്പത്തികമായും സഹായിക്കണം. നമ്മുടെ എറണാകുളത്ത് നിന്ന് വന്ന ബഷീർ ഹാജി മൂവാറ്റുപുഴ, അഡ്വക്കേറ്റ് CA മജീദ്, നാസർ പല്ലച്ചി, നൂഹ് സാഹിബ് എറണാകുളം, ഇവർ 4 പേര് കൂടി 1,00,000 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് തന്നിരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ മുഴുവൻ പ്രവർത്തനത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, താജുൽ ഉലമയുടെ മുഹിബ്ബീങ്ങളായി ഞങ്ങളെ എല്ലാവരും സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്തു തരണേ അല്ലാ. അതുകൊണ്ട് ഏതായാലും അവരൊരു ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഈ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഏറ്റെടുത്തു. ഞാൻ തന്നെ ഇതിൻ്റെ മുൻകൈയിൽ എടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പൊതുവായ ഒരു സ്ഥാപനമാക്കി ഇതിനെ വളർത്തുകയാണ്. അതുകൊണ്ട് അതിലേക്ക് സംഭാവന അങ്ങനെ കഴിയുന്നവർ പറയുന്നവരുണ്ടെങ്കിൽ ചെറുകൊണ്ട്